Good morning, dear children. In the previous class, we discussed about credit rating and what are the main functions of credit rating. Today, we are going to discuss about various advantages of credit rating. ക്രെഡിറ്റ് റേറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസിനെ നമ്മൾ 3 കാറ്റഗറീസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. The first advantages are benefits to investors, and the second is benefit of credit rating to company, and the third is other advantages. അഡ്വാൻറ്റേജസിൻ്റെ 3 ഹെഡ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ബെനഫിറ്റ്സ് ടു ഇൻവെസ്റ്റേഴ്സ്, അതായത് ക്രെഡിറ്റ് റേറ്റിംഗ് കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് എന്തൊക്കെ ബെനഫിറ്റ്സ് ആണ് വരുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ബെനഫിറ്റ്സ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ടു കമ്പനി, ക്രെഡിറ്റ് റേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് കമ്പനിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ആൻഡ് ദ തേർഡ് ഈസ് അതർ അഡ്വാൻറ്റേജസ്, മറ്റ് പാർട്ടീസിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, പബ്ലിക്കിന് അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗത്തിന്. അപ്പം നമ്മൾ 3 ആക്കിയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. So first we want to discuss about how credit rating benefits to companies. കമ്പനിക്ക് ക്രെഡിറ്റ് റേറ്റിംഗ് കൊണ്ട് എന്തൊക്കെ യൂസ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ടു കമ്പനി. The first important advantage relating to the credit rating to company is it improve corporate image of the company. ക്രെഡിറ്റ് റേറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കൊണ്ട് കമ്പനികൾക്കിടയിൽ ഒരു കമ്പനിയുടെ ഇമേജ് ഇംപ്രൂവ് ചെയ്യാനാണ് ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. സോ ക്രെഡിറ്റ് റേറ്റിംഗ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ കോർപ്പറേറ്റ് ഇമേജ് ഓഫ് ദ കമ്പനി. ഹൈ ക്രെഡിറ്റ് റേറ്റിംഗ് ക്രിയേറ്റ് കോൺഫിഡൻസ് ആൻഡ് ട്രസ്റ്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് അബൌട്ട് ദ കമ്പനി. അപ്പം നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള അല്ലെങ്കിൽ റേറ്റഡ് ആയിട്ടുള്ള കമ്പനികളെ കുറിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിൽ എപ്പോഴും എന്തുണ്ടാവും, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, അതായത് ഗുഡ് ഇമേജ് ഉണ്ടാവും, ഗുഡ് വിൽ ഉള്ള കമ്പനികളാണ് എന്നുള്ള ഒരു ബോധം ഇൻവെസ്റ്റേഴ്സിൻ്റെ മൈൻഡിൽ ഉണ്ടാവും. ദെർഫോർ ദ കമ്പനി എൻജോയ്സ് എ ഗുഡ് കോർപ്പറേറ്റ് ഇമേജ് ഇൻ ദ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് റേറ്റിങ്ങിൽ ഏറ്റവും കൂടുതലായിട്ട് ഇൻവെസ്റ്റേഴ്സ് ആ കമ്പനികളുടെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവാനും അതേപോലെ കമ്പനിക്ക് നല്ല ഒരു ഇമേജ് മാർക്കറ്റിൽ കിട്ടാനും ക്രെഡിറ്റ് റേറ്റിംഗ് കൊണ്ട് സഹായകമാണ്. The second advantage is lower cost of borrowing. Lowest cost of borrowing means companies that have high credit rating for their debt instruments will get funds at lower cost from the market. അപ്പോൾ അവരുടെ ക്രെഡിറ്റ് റേറ്റിങ്ങിൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിന് ഹയർ പ്രൈസ് ഉള്ള കമ്പനികൾക്ക് ലോവർ കോസ്റ്റിന്, അതായത് അവർക്ക് ഫണ്ട് ലഭിക്കുന്നത് ചെറിയ കോസ്റ്റിനായിരിക്കും. ഹയർ റേറ്റിംഗ് വിൽ ബി എനേബിൾ ദ കമ്പനി ടു ഓഫർ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് അവരുടെ ബോറോയിങ്സിന്, അവർക്ക് കടമെടുക്കുന്നതിൽ അല്ലെങ്കിൽ അവർ വാങ്ങുന്നതിനൊക്കെ റേറ്റ് റെഡ്യൂസ് ചെയ്തിട്ട് അവർക്ക് ഓപ്പറേഷൻസ് ഈസി ആയിട്ട് നടത്താൻ ക്രെഡിറ്റ് റേറ്റിംഗ് കൊണ്ട് സാധിക്കുന്നുണ്ട്. So, a company with high rating for its instruments can reduce the cost of public issue to raise funds. So, ഇത് കമ്പനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് നീഡ് നോട്ട് സ്പെൻഡ് ഹെവിലി ഓൺ അഡ്വർടൈസിങ് ഫോർ അട്രാക്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ്. കമ്പനിക്ക് നല്ല പേര് ക്രെഡിറ്റ് റേറ്റിങ്ങിലൂടെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ കമ്പനിക്ക് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി കൂടുതൽ ഫണ്ട് ചിലവാക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് റേറ്റിംഗ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. The third advantage is easy to raise resources. റിസോഴ്സസ് ഇൻക്രീസ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ക്രെഡിറ്റ് റേറ്റിംഗ് നടത്തുന്ന കമ്പനികൾക്ക് സാധിക്കും. ഇഫ് എ കമ്പനി ഇസ് എ ഹൈലി റേറ്റഡ് വൺ, ക്രെഡിറ്റ് റേറ്റിങ്ങിൽ ഹയർ റേറ്റിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു റേസ് റിസോഴ്സസ് ഫ്രം ദ പബ്ലിക്കിൻ്റെ ഇടയിൽ അവരുടെ റിസോഴ്സസ് എത്തിക്കാൻ കമ്പനിക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. യാതൊരു തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് കൂടാതെ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള കമ്പലിങ്ങും കൂടാതെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് അവരുടെ റിസോഴ്സസ് എത്തിക്കാൻ കമ്പനിക്ക് എളുപ്പത്തിൽ സാധിക്കുന്നത് നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള കമ്പനി ആയതുകൊണ്ടാണ്. ആൻഡ് ദ ഫോർത്ത് അഡ്വാൻറ്റേജ് ഈസ് ഗുഡ് ഫോർ നോൺ പോപ്പുലർ കമ്പനീസ്. നമ്മുടെ മാർക്കറ്റിൽ അധികം പോപ്പുലർ അല്ലാത്ത അല്ലെങ്കിൽ പരിചിതമല്ലാത്ത കമ്പനികൾക്കും ക്രെഡിറ്റ് റേറ്റിംഗ് ചെയ്യുന്നത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുക. Credit rating is beneficial to the non-popular companies such as closely held companies. If the credit rating is good, the public will
ഇൻവെസ്റ്റ് ഇൻ ദീസ് കമ്പനീസ്. ഇപ്പോൾ ക്രെഡിറ്റ് റേറ്റിങ്ങിൻ്റെ ബേസിസിലാണെങ്കിൽ ഇപ്പം ക്ലോസ് ഹെൽഡ് കമ്പനീസ് ഉണ്ടാവും, അധികം ആർക്കും പരിചിതമല്ലാത്ത കമ്പനികൾ. ക്രെഡിറ്റ് റേറ്റിങ്ങിൽ അവർ ഗുഡ് റേറ്റിംഗ് ആണെങ്കിൽ പബ്ലിക്കിന് അവരുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ യാതൊരു മടിയും ഉണ്ടാവുന്നതല്ല. സോ ഈവൻ ഇഫ് ദേ ഡു നോട്ട് നോ ദീസ് കമ്പനീസ് ദേ വിൽ ഇൻവെസ്റ്റ്. അവർക്ക് എന്ത് പ്രശ്നം മീൻസ് അവർക്ക് കമ്പനീനെ കുറിച്ചിട്ട് കൂടുതൽ ഇൻഫർമേഷൻ അറിയില്ലെങ്കിൽ കൂടെ റേറ്റിംഗ് ആണ് നോക്കുന്നത്. ക്രെഡിറ്റ് റേറ്റിങ്ങിൽ ഹൈലി റേറ്റഡ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് യാതൊരു മടിയും കൂടാതെ ഇത്തരം കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നു. സോ ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ് റിലേറ്റിംഗ് ടു നോൺ പോപ്പുലർ കമ്പനീസ്. Next category of advantages are advantages to investors or benefits to investors. ഇൻവെസ്റ്റേഴ്സിന് ക്രെഡിറ്റ് റേറ്റിംഗ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് കിട്ടുന്നുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. സോ ദ ഫസ്റ്റ് അഡ്വാൻറ്റേജസ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ ക്രെഡിറ്റ് റേറ്റിംഗ് പോളിസീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Credit rating gives an idea to investors about the credibility of the issuer company and the risk factor attached to particular instrument. So the investors can decide whether to invest in such companies or not. കൃത്യമായ ഡിസിഷൻസ് ഇൻവെസ്റ്റേഴ്സ് എടുക്കുന്നത് ക്രെഡിറ്റ് റേറ്റിങ്ങിൻ്റെ റിസൾട്ട് അനലൈസ് ചെയ്തിട്ടാണ്. സോ ഏതൊരു ഇൻവെസ്റ്ററും കമ്പനിയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് ആ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒരു ഇൻവെസ്റ്റർ എടുക്കുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് റിസൾട്ട്സ് അനലൈസ് ചെയ്തതിന് ശേഷമാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. ദ സെക്കൻഡ് അഡ്വാൻറ്റേജ് ഈസ് ക്രെഡിറ്റ് റേറ്റിംഗ് റിസൾട്ട്സ് അഷ്യൂർ ദ സേഫ്റ്റി ടു ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് ക്രെഡിറ്റ് റേറ്റിംഗ് റിസൾട്ട്സ് അനലൈസ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് അവരുടെ സേഫ്റ്റി അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റി ഉറപ്പ് നൽകുന്നുണ്ട്. Highly rated issues give an assurance to the investors of safety of investment, and it helps to minimize the investors' risk relating to their investment. കൃത്യമായ രീതിയിൽ ഏത് കൺസേണിലേക്ക് അല്ലെങ്കിൽ ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് എന്ന ഡിസിഷൻസ് അവരെടുക്കുന്നത് എങ്ങനെയാണ്? ക്രെഡിറ്റ് റേറ്റിംഗ് റിസൾട്ട്സ് അനലൈസ് ചെയ്തിട്ടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ അവർക്ക് അവരുടെ സേഫ്റ്റി ഉറപ്പ് വരുത്താൻ സാധിക്കുന്നത് ക്രെഡിറ്റ് റേറ്റിംഗിൻ്റെ പ്രോപ്പർ അനാലിസിസിലൂടെയാണ്. The third advantage to investors are recognition of risk and returns. Credit rating symbols point out both the returns expected and the risk attached to a particular issue. എത്ര റിസ്ക് ഒരു എലമെൻ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ട് അല്ലെങ്കിൽ എത്ര റിട്ടേൺസ് അതിൽ എക്സ്പെക്റ്റ് ചെയ്യാം എന്നത് ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ ക്രെഡിറ്റ് റേറ്റിംഗ് അനാലിസിസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ഇറ്റ് ബിക്കംസ് ഈസിയർ ഫോർ ദ ഇൻവെസ്റ്റർ ടു അണ്ടർസ്റ്റാൻഡ് ദ വർത്ത് ഓഫ് ഇഷ്യൂർ കമ്പനി ജസ്റ്റ് ബൈ ലുക്കിംഗ് അറ്റ് ദ സിമ്പിൾ ബിക്കോസ് ഇറ്റ് ഇഷ്യൂ എ ബാക്ക്ഡ് ബൈ ദ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് ദ കമ്പനി. കൃത്യമായിട്ടും നമ്മൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് എത്ര ഉണ്ട് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് അതിൻ്റെ അനാലിസിസ് റിസൾട്ട്സ് നോക്കിയിട്ടാണ്. അത് ഇൻവെസ്റ്റേഴ്സിന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാധിക്കും. സോ ഒരു ഇഷ്യൂർ കമ്പനിയുടെ വർത്ത് എത്രയുണ്ട് അല്ലെങ്കിൽ ആ കമ്പനിക്ക് എത്ര ബാക്കപ്പ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ റിസ്ക് എലമെൻറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് അനാലിസിസിൻ്റെ ഭാഗമായിട്ടാണ്. സോ ഇത് ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. കാരണം ഒരു കമ്പനി റിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണോ അല്ലെങ്കിൽ റിസ്ക് ഫ്രീ ആയിട്ടുള്ള കമ്പനിയാണോ എന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്ന അനാലിസിസ് മെത്തേഡ് ഉള്ളത് കൊണ്ടാണ്. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഇൻ ദ കേസ് ഓഫ് credit rating to investors. The next advantage is freedom of investment decisions. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഫ്രീഡം ക്രെഡിറ്റ് റേറ്റിംഗ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവും. ഇൻവെസ്റ്റേഴ്സ് നീഡ് നോട്ട് സീക്ക് അഡ്വൈസ് ഫ്രം ദ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഓർ അതർ പാർട്ടീസ്. ഇപ്പം നമ്മൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ അടുത്ത അഭിപ്രായം തേടേണ്ടതായിട്ടില്ല. അതേപോലെ മർച്ചൻറ്റ് ബാങ്കേഴ്സ് അല്ലെങ്കിൽ മറ്റ് പോർട്ട്ഫോളിയോ മാനേജേഴ്സിനൊക്കെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്.
അപ്പം ഈ ക്രെഡിറ്റ് റേറ്റിംഗ് അനാലിസിസ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു തേർഡ് പാർട്ടിയുടെ അഭിപ്രായം നോക്കേണ്ടതായിട്ടില്ല. സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ സഹായമോ അല്ലെങ്കിൽ മർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെയോ പോർട്ട്ഫോളിയോ മാനേജേഴ്സിൻ്റെയോ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തേർഡ് അഡ്വൈസ് നമുക്ക് അല്ലെങ്കിൽ സെക്കൻഡറി അഡ്വൈസ് നമുക്ക് ആവശ്യമായിട്ടില്ല. ഇവിടെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നമുക്കൊരു പ്രത്യേകമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ആവശ്യമായിട്ടേ ഇല്ല. കാരണം എന്താണ്, കൃത്യമായ റിസൾട്ട്സ് ആണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഇവാലുവേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സോ ഇൻവെസ്റ്റേഴ്സ് ടുഡേ ആർ ഫ്രീ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ടു ടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ദംസെൽവ്സ്. ഏത് ഇൻവെസ്റ്ററിനെ നമ്മൾ എടുത്തു നോക്കിയാലും അവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡിസിഷൻസ് എല്ലാം തന്നെ എടുക്കുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് സിംബൽസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് they have to take their own decisions relating to the rating symbols attached to a particular security. So റേറ്റിംഗ് എന്ന് പറയുന്നത്, ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാനുള്ള ഫ്രീഡം ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് വൈഡർ ചോയ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്രെഡിറ്റ് റേറ്റിംഗ് കൊണ്ട് ഇൻവെസ്റ്റേഴ്സിനുള്ള മറ്റൊരു ഗുണമാണ് വൈഡർ ചോയ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് എന്നുള്ളത് എടുത്ത് പറയേണ്ട അല്ലെങ്കിൽ ഒരു മെയിൻ മെറിറ്റ് ആയിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. As it is mandatory to rate debt obligation for every issuer company at any particular time, wide range of credit rated instruments are available for the making investment. ഒരുപാട് എണ്ണമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ എബിലിറ്റി അല്ലെങ്കിൽ നമ്മളെ റിസ്ക് ഏറ്റെടുക്കാനുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ നമ്മളെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി എല്ലാം നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ക്രെഡിറ്റ് റേറ്റിംഗ് ഇവാലുവേഷനിൽ നല്ല റിസൾട്ട്സ് ഉള്ള ഒരു കമ്പനീനെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുക. സോ ഡിപ്പെൻഡിങ് അപ്പോൺ our own ability or ability to bear risk, the investor can make choice of the securities which investment is to be made. അപ്പോൾ കമ്പനി റിസ്ക് കേപ്പബിലിറ്റി ഉള്ള കമ്പനിയാണോ, കമ്പനി നല്ല ഗുഡ് വില്ലുള്ള കമ്പനിയാണോ, ക്രെഡിറ്റ് റേറ്റിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കമ്പനിയാണോ എന്നൊക്കെ നോക്കിയിട്ട് ഒരുപാട് ചോയ്സിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു ഡെപ്പോസിറ്ററി സ്കീം നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. So these are the main advantages or benefits of credit rating to investors. So നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ക്രെഡിറ്റ് റേറ്റിംഗ് കൊണ്ട് ഇൻവെസ്റ്റേഴ്സിനുള്ള ബെനിഫിറ്റ്സും അതേപോലെ കമ്പനിക്കുള്ള ബെനിഫിറ്റ്സും ആണ്. സോ വാട്ട് ആർ ദ അതർ അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ് റിലേറ്റിംഗ് ടു ക്രെഡിറ്റ് റേറ്റിംഗ്? There are certain another advantages relating to credit rating. The first category is ഈസി അണ്ടർസ്റ്റാൻഡബിലിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ളത് കൊണ്ടാണ്. സോ അത് ക്രെഡിറ്റ് റേറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് ആണ്. ദ റേറ്റിംഗ് ഏജൻസീസ് ഗീവ് റേറ്റിംഗ് സിംബൽസ് ടു ദ ഇൻസ്ട്രുമെൻറ്റ്. നമുക്ക് ഓരോ ഇൻസ്ട്രുമെൻറ്റ് ക്രെഡിറ്റ് റേറ്റിങ്ങിൽ എടുത്ത് നോക്കുകയാണെങ്കിലും അതിന് റേറ്റിംഗ് സിംബൽസ് ഉണ്ടാവും. So which can be easily understood by investors. This helps them to understand the investment proposal of an issuer company. കൃത്യമായ രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് ആപ്റ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ക്രെഡിറ്റ് റേറ്റിംഗ്, ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ് സിംബൽ നോക്കിയിട്ടാണ്. സോ ക്രിസിൽ തുടങ്ങിയിട്ടുള്ള ഏജൻസീസാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്. അതിനെക്കുറിച്ച് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AAA എന്ന് പറയുന്ന സിമ്പിൾ ഒരു ഡിബഞ്ചേഴ്സിന് ക്രിസിൽ നൽകുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ റേറ്റിംഗ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഡിബഞ്ചർ. സോ ദാറ്റ് എൻഷുവേഴ്സ് ഹയസ്റ്റ് സേഫ്റ്റി. അത് നമുക്ക് കണ്ടാൽ അറിയാം ആ സിമ്പിൾ, അതായത് AAA എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹയസ്റ്റ് സേഫ്റ്റി ഉറപ്പ് വരുത്തുന്ന അല്ലെങ്കിൽ ഹൈ റേറ്റഡ് ആണ്. So whereas the debentures rated D are in default and expect to default on maturity. അപ്പോൾ AAA എന്ന് പറയുന്ന ഗ്രേഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹൈലി സെക്യൂർഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് D is another example. D ഡിഫോൾട്ട് ആണ്. അത് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് കുറച്ച് വീക്കാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമുക്ക് ആ ഒരു സിമ്പിൾ തരുന്നത്. സോ ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സിന് അതിൻ്റെ സിമ്പിൾ നോക്കിയിട്ട് ഇൻസ്ട്രുമെൻറ്റിൻ്റെ സിമ്പിളിൻ്റെ ബേസിസിൽ ഇൻവെസ്റ്റേഴ്സിന്
ഈസിലി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുക എന്നതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. Another advantage is choice of instruments. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ചോയ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. ക്രെഡിറ്റ് റേറ്റിംഗ് enables an investor to select a particular instrument from many alternatives available. കുറേ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സോ ദിസ് ചോയ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സേഫ്റ്റി ഓഫ് റിസ്ക് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. നമ്മുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ നമ്മളെ റിസ്ക് ബിയർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി, അതേപോലെ ഫിനാൻഷ്യലി വയബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് തിരഞ്ഞെടുക്കാനുള്ള വെറൈറ്റി ഓഫ് ചോയ്സസ് ഈ ഒരു ക്രെഡിറ്റ് റേറ്റിങ്ങിലൂടെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. സോ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചോയ്സിൽ നിന്ന് ഒരു ഇൻസ്ട്രുമെൻ്റ്, അതിൻ്റെ സിമ്പിൾ, അതിൻ്റെ ഫിനാൻഷ്യൽ വയബിലിറ്റി, അതിൻ്റെ റിസ്ക് ബിയറിംഗ് കപ്പാസിറ്റി ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട്. And the third advantage is saves investors time and effort. ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് എൻക്വയറി നടത്തി ഇൻവെസ്റ്റേഴ്സിനെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ മർച്ചൻ്റ് ബാങ്കേഴ്സ് ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ അല്ലെങ്കിൽ അവരുടെ ഇവാലുവേഷൻ റിസൾട്ട്സ് കൊണ്ട് സാധിക്കുന്നുണ്ട്. So, credit rating enable an investor to save his time and effort in analyzing the financial strength and weakness of the company. So, this is because the investors can depend on the rating done by professional rating agencies such as CRISIL, CARE, etc. So, they need not waste their time and effort to collect and analyze the financial information about the credit standing of the issuer company. അവരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരമോ മർച്ചൻ്റ് ബാങ്കേഴ്സിൻ്റെയും പോർട്ട്ഫോളിയോ മാനേജേഴ്സിൻ്റെയും ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിൻ്റെ ഹെൽപ്പ് ഉള്ളത് കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഇല്ല. So, credit rating agencies saves the investors' time and effort. That is the next advantage. And the last advantage is benefits of rating reviews. The rating agencies regularly reviews the return or rating given to a particular instrument. കൃത്യമായ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. So, the present investors can decide whether to keep the instrument or to sell എന്നുള്ള കാര്യങ്ങൾ, അതായത് ഇൻവെസ്റ്റേഴ്സ് അവിടെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് കീപ്പ് ചെയ്യണോ അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? റേറ്റിംഗ് റിവ്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഓരോ ഇൻസ്ട്രുമെൻറ്റിനെയും എങ്ങനെയാണ് റേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് റിവ്യൂസ് നൽകുന്നുണ്ട്. ആ റിവ്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എല്ലാം തന്നെ എടുക്കുന്നത്. For example, if the instrument is downgraded, അതായത് ഇപ്പോൾ A ഗ്രേഡിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് B ഗ്രേഡിലോ D ഗ്രേഡിലോ ഒക്കെ ഡൗൺഗ്രേഡ് ചെയ്ത് പോവുകയാണെങ്കിൽ then the investor may decide to sell it, and if the rating maintained or upgraded, he may decide to keep the instrument until the next rating or maturity. അപ്പോൾ അവിടെ ഡിസിഷൻസ് എടുക്കുന്നത് ഇൻവെസ്റ്റർ തന്നെയാണ്. ഇൻവെസ്റ്റർ റേറ്റിംഗ് റിവ്യൂസിനെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ തന്നെ തുടരണമോ വേണ്ടയോ, അല്ലെങ്കിൽ ഡൗൺഗ്രേഡഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വരികയാണെങ്കിൽ അത് അവിടെ തന്നെ തുടരണമോ വേണ്ടയോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് റേറ്റിംഗ് റിവ്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. സോ ഇൻവെസ്റ്ററിന് വേണമെങ്കിൽ അവരുടെ ഇൻസ്ട്രുമെൻ്റ് അവിടെ ആ ഒരു കമ്പനിയിൽ തന്നെ കീപ്പ് ചെയ്യാം. കാരണം they are waiting for the next rating or maturity. അടുത്ത ഒരു റേറ്റിംഗ് വരെ അല്ലെങ്കിൽ നെക്സ്റ്റ് റേറ്റിംഗിൽ അതിൻ്റെ ഇവാലുവേഷൻ റിസൾട്ട്സ് എങ്ങനെ ഉണ്ടാകും, അങ്ങനെ ആ ഒരു പീരീഡ് വരെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. സോ എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് അൾട്ടിമേറ്റ് ആയിട്ടും ഇൻവെസ്റ്റർ തന്നെയാണ്. അപ്പോൾ റേറ്റിംഗ് റിവ്യൂസ് ഇൻവെസ്റ്ററിന് ഒരു പരിധി വരെ ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു സപ്പോർട്ട് കൂടെയാണ്. So listen children, the other advantages mainly includes easy understandability of investment proposal. ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റേഴ്സിന് മാത്രമല്ല പബ്ലിക്കിനും അതേപോലെ ഏത് പാർട്ടീസിനും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രെഡിറ്റ് റേറ്റിംഗിൻ്റെ ഇവാലുവേഷൻ റിസൾട്ട്സ് ഉള്ളത് കൊണ്ടാണ്.
Then it also provides a choice of instrument, variety of choices. ഇൻവെസ്റ്റേഴ്സിനെ ഇപ്പം ഇൻസ്ട്രുമെൻസിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ചോയ്സസും ഇതിലൂടെ അവൈലബിൾ ആക്കുന്നുണ്ട്. ദെൻ ഇറ്റ് സേവ്സ് ഇൻവെസ്റ്റേഴ്സ് ടൈം ആൻഡ് എഫേർട്ട്. ഇൻവെസ്റ്റേഴ്സിന് ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചിട്ട് വിവരങ്ങൾ കളക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അഡ്വൈസ് തേടിയിട്ടോ സമയം കളയേണ്ട ആവശ്യമില്ല. ഇൻവെസ്റ്റേഴ്സിൻ്റെ ടൈമും എഫേർട്ടൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് സേവ് ചെയ്യാൻ പറ്റുന്നത്? സെക്യൂരിറ്റീൻ്റെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ് സിംബൽസ് നോക്കിയിട്ടാണ് അതിൻ്റെ റേറ്റിംഗ്, അതിൻ്റെ റിസ്ക് ബിയറിംഗ് കപ്പാസിറ്റി ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഓൾസോ ബെനഫിറ്റ്സ് റിലേറ്റിംഗ് ടു റേറ്റിംഗ് റിവ്യൂസ്. കൃത്യമായ റിവ്യൂസ് നൽകുന്നുണ്ട്. അപ്പോൾ ഓരോ ടൈം പീരീഡിൽ നൽകുന്ന റിവ്യൂസിനെ അടിസ്ഥാനപ്പെടുത്തി ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം കൂടെ ഉണ്ട്. സോ these are the main advantages relating to credit rating.